ഹാജരാക്കുന്ന സമയത്ത് CPM നേതാക്കൾ അവിടെ ചെന്നു എന്നുള്ളൊരു നേതാക്കൾ ഇനിയും പോകും. അതിനെന്തെങ്കിലും കുഴപ്പം ജയിലിൽ നിന്ന് വന്നാലും പോകും. കേഡർമാരെ കലക്ട് ചെയ്യാനേ ഉദ്ദേശിക്കുന്നുള്ളൂ, കൊല്ലാനല്ല. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാവാതെ എന്നോട് കൊണ്ട് കാര്യമില്ല. ദിവ്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശത്രുവാൻ മറ്റാണോ? പാർട്ടിയുടെ കേഡറായിരുന്നല്ലോ. കേഡറൊക്കെ പിശക് പറ്റി അത് തിരുത്തി മുമ്പോട്ടേക്ക് പോകും. ഇവർ പാർട്ടി പദവികളിൽ നിന്നും രാജിവെച്ചതുകൊണ്ട് അങ്ങനെ ഒരു ബയസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നും ഒരു വാദമുഖം വരികയുണ്ടായി. പാർട്ടി പദവികളിൽ നിന്ന് അവർ രാജിവെച്ചു എങ്കിൽ തന്നെയും പിന്നീട് നാം കണ്ടത് ഉന്നതരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാർ അവരെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ ചെല്ലുന്നതും, അത് മാത്രമല്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവരെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതുമാണ്. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് ഏറ്റവും തൽപരയായിട്ടുള്ള, അല്ലെങ്കിൽ ആരുടെ സംരക്ഷണമാണോ അവർ തീവ്രമായി ആഗ്രഹിക്കുന്നത്, അവർ കുറ്റാരോപിതയായിട്ടുള്ള കേസിൽ ഇതുപോലെ ലോക്കൽ പോലീസിനെ വെച്ച് അന്വേഷണം അലസിപ്പിക്കുകയാണ് എന്നുള്ളതിന് പ്രഥമ ദൃഷ്ടിയ ഈ ഒരു ബയസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മറ്റെന്ത് തെളിവാണ് വേണ്ടതായിട്ടുള്ളത്? പിന്നെ ഇപ്പോൾ ഏതൊരു കോടതിയിലും കേസിൽ വാദം നടക്കുമ്പോൾ ആർഗ്യുമെന്റ് നോട്ട് ഫയൽ ചെയ്യുക എന്നുള്ളത് ഗൗരവകരമായിട്ട് വാദം നടക്കുമ്പോൾ ക്രൂഷ്യലായിട്ടുള്ള വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയിൽ ഒരു തരത്തിലും വരാതിരിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പൊ ഇവിടെ ഫയൽ ചെയ്തിട്ടുള്ള ആർഗ്യുമെന്റ് നോട്ടിന്റെ കോപ്പി കാണുകയുണ്ടായി. വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഉൾപ്പെടെയുള്ള ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഒരു ഹോമിസൈഡിലേക്കാണ്, ഒരു തരത്തിലും ഒരു സൂയിസൈഡിന്റെ തൂങ്ങിയുള്ള മരണത്തിന്റെ അവിടെ പ്രകടിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു സ്വഭാവവും ഇവിടെ വന്നിട്ടില്ല എന്ന് വ്യക്തമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വാദമുഖങ്ങളാണ് ആർഗ്യുമെന്റ് നോട്ടിൽ നിരത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇത് പരിശോധിക്കുമ്പോൾ, ഒരു തീരുമാനമെടുക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം പരിഗണിക്കേണ്ടതായിട്ട് വരും. ഇതിനകത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഈ തൂങ്ങി ഉള്ള മരണത്തിൽ സ്വാഭാവികമായിട്ടും പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകും. അതായത് ഈ കൈകളിലും കാലുകളിലും രക്തം കെട്ടി നിന്നിട്ട് അവിടെ അത്തരത്തിലൊരു സ്റ്റെയിനിങ് ഉണ്ടാകും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ട്രങ്കിന്റെ പുറകുഭാഗത്ത്, ശരീരത്തിന്റെ പുറകുഭാഗത്താണ്. അപ്പം മണിക്കൂറുകളോളം രാത്രിയോ അല്ലെങ്കിൽ ദിവസത്തിന്റെ ഇനീഷ്യൽ അവേഴ്സിലോ മാത്രം സംഭവിച്ചിരിക്കുന്ന മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തൂങ്ങി മരണം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന തരത്തിലല്ല ഈ ഒരു പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് വന്നിട്ടുള്ളത്. അത് മറ്റേതെങ്കിലും തരത്തിലൊരു മരണമുണ്ടായതിനു ശേഷം തൂക്കിയിട്ടതിനേക്കുള്ള സാധ്യതയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. എന്ന് മാത്രമല്ല, ഈ നാക്ക് കടിച്ചിട്ടുള്ള മരണം എന്ന് പറയുന്നത് ഡെത്ത് ബൈ ഹാങ്ങിങ്ങിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്നതുൾപ്പെടെ വളരെ ഗൗരവകരമായിട്ട് എങ്ങനെയാണോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തന്നെ ഇതൊരു അസ്വാഭാവികമായിട്ടുള്ള ഹോമിസൈഡ്, ഒരു തരത്തിലും സൂയിസൈഡ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കാത്ത തരത്തിലുള്ള ഇൻഫറൻസുകൾ ഇവിടെ കൊടുക്കപ്പെടുന്നു അല്ലെങ്കിൽ വെളിവാക്കപ്പെടുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവർ ഫയൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ കോടതിക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിയമകോടതികൾ നീതിയാണ് ഉറപ്പാക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ CBI പോലൊരു ഏജൻസി അന്വേഷിക്കുന്നത് കൊണ്ട് ഇരയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നീതിയുക്തമായിട്ട് ഈ അന്വേഷണം മുൻപോട്ട് പോകുമെന്നൊരു കോൺഫിഡൻസ് വരും. അപ്പൊ ഇതൊക്കെ തന്നെ കോടതിയുടെ മുൻപിൽ നിരത്തി വെച്ചിട്ടുള്ള വിഷയമാണ്. എന്ന് മാത്രമല്ല, ഇവിടെ ഇവർ ഉയർത്തുന്ന മറ്റൊരു വാദമുഖം, ഈ മരണപ്പെട്ട ആളിന്റെ സഹോദരനായിട്ടുള്ള അഭിഭാഷകൻ കണ്ണൂർ കളക്ടറേറ്റിലെ ഇൻസ്പെക്ഷൻ സൂപ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തീകരിച്ചോളൂ. അങ്ങനെ പറയുന്ന അത്തരം വളരെ തെറ്റായിട്ടുള്ള ഒരു വാദമുഖമാണ്, ഫോൾസ് ആയിട്ടുള്ള ഒരു ക്ലെയിമാണ് റൈസ് ചെയ്തിട്ടുള്ളത്. സഹോദരന്റെ മരണത്തിന് ശേഷം ഇങ്ങനെ പരിഭ്രാന്തിയിലും വിഷമത്തിലും ഇരിക്കുന്ന വ്യക്തി ഇത്തരത്തിൽ വിളിച്ചൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു എന്നുള്ളത് സാമാന്യ ബോധമുള്ള ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഇവരിവിടെ സ്പെസിഫിക് ആയിട്ട് അത് ഡിനൈ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഈ കണ്ണൂർ കളക്ടറേറ്റിലെ ഇൻസ്പെക്ഷൻ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരുടെ CDR പരിശോധിച്ചിട്ട് ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് അസർട്ടൈൻ ചെയ്യുവാനുള്ള ഒരു അന്വേഷണ ത്വര പോലും ഈ SIT ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. വളരെ വ്യാപകമായിട്ടുള്ള, വളരെ പ്രകടമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഇതിൽ നമുക്ക് ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വളരെ വ്യാപകമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഇവിടെ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള പരിശോധനയും ഉണ്ടായിട്ടില്ല. ഏത് തരത്തിലാണ് ഇത് അന്വേഷിച്ച് ഫലപ്രാപ്തിയിലെത്തി കുറ്റാരോപിതർക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ച് ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു വിചാരണ സാധ്യമാകുന്നത്?
ഇത്തരത്തിൽ അലസമായി ഏതു തരത്തിലും പ്രതിയെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ പ്രതിയോട് ചേർന്ന് നിൽക്കുന്നവരെ സംരക്ഷിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അന്വേഷണം ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. അപ്പം എല്ലാ തരത്തിലും സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം ഇത് CBIയെ ഈ അന്വേഷണം ഏൽപ്പിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2024 ഒരു വിധി പ്രകാരവും അന്വേഷണത്തിൽ അപര്യാപ്തതയുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ അന്വേഷണ ശൈലിയിൽ പക്ഷാപാതിത്വമുണ്ട് എങ്കിൽ അത് നീതിയുടെ പരാജയത്തിലേക്ക് നയിക്കുമെന്നും, അങ്ങനെ ഒരു സാഹചര്യത്തിൽ CBI അന്വേഷണം അല്ലെങ്കിൽ മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്നുള്ള ആ ഒരു വാദത്തിന് ശക്തിയുണ്ട് എന്നും, അല്ലെങ്കിൽ അതിനെ അനുവദിക്കേണ്ടതാണ് എന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നു. അപ്പോൾ ഇവിടെ അന്വേഷണത്തിലെ അപര്യാപ്തത മാത്രമല്ല, ഈ അന്വേഷണത്തിന്റെ ഓരോ വഴിയിലും ഓരോ സ്റ്റെപ്പിലും എങ്ങനെയാണ് ഈ കുറ്റാരോപിതരെ സംരക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചായിരുന്നു ഇവരുടെ അന്വേഷണം പൊയ്ക്കൊണ്ടിരുന്നത്. കണ്ണൂർ ടൗൺ CIയെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മേധാവിയായി വെച്ചതിലൂടെ ഏത് തരത്തിലുള്ള മാറ്റമാണ് അന്വേഷണത്തിൽ ഇവർ പ്രതീക്ഷിച്ചത്? ഇപ്പോൾ കോടതിയിൽ നിന്ന് വാദിക്കപ്പെടുകയുണ്ടായി SIT എല്ലാ പോസിബിളായിട്ടുള്ള ആംഗിളുകളും വശങ്ങളും അന്വേഷിച്ചിട്ട് തന്നെയാണ് മുൻപോട്ട് പോകുന്നത് എന്ന്. പക്ഷെ ഗൗരവമായിട്ടുള്ള അന്വേഷണം തുടങ്ങിയെങ്കിൽ അത് തുടങ്ങിയത് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷമല്ലേ? തികച്ചും ഒരു അനങ്ങാപ്പാറ ന്യായം SIT രൂപീകരിച്ചതിന് ശേഷം എത്ര ദിവസങ്ങളോളം ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാതെ കാര്യമായിട്ടൊരു പുരോഗതിയും ഇല്ലാതെ ഇവർ നിന്നു. അപ്പോൾ പോലീസ് അന്വേഷണം ഒരിടത്തും ചെല്ലുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് കോടതിയിൽ സൂചിപ്പിച്ചതുപോലെ പ്രത്യേക അന്വേഷണ സംഘമെന്ന് നാം പലപ്പോഴും പരാമർശിച്ചപ്പോഴും എനിക്കിപ്പോഴാണ് മനസ്സിലായത് അത് പ്രത്യേക അന്വേഷണ സംഘമാണ്. അതായത് ഒരു പ്രത്യേക തരത്തിൽ അന്വേഷണം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്ന ബോധ്യത്തിലാണ് ഈ കണ്ണൂർ ടൗൺ CIയെ തന്നെ മേധാവിയാക്കി ഇതൊന്ന് റീബ്രാൻഡ് ചെയ്തൊരു പുതിയ പേരോടുകൂടി പൊതുബോധത്തിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നത്. അന്വേഷണം സംഘം രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ ചൂടുവെപ്പ് കോടതിയിൽ കേസ് വന്നതിന് ശേഷമാണ് അവർ നടത്തിയത്. പല്ലും നഖവും ഉപയോഗിച്ച് CBI അന്വേഷണത്തിനെ സർക്കാർ കോടതിയിൽ എതിർക്കുന്നതിന് ഒരു വശം കൂടിയുണ്ട്. നേരത്തെ ഞാൻ പറയേണ്ട എന്തിനാണ് സർക്കാരിനെ എങ്ങനെയാണ് ഇത് പ്രിജുഡിസ് ആയിട്ട് അവരെ എങ്ങനെയാണ് അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും ഇപ്പോൾ ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ബാധിക്കും. കേരള പോലീസ് തെളിവ് നശിപ്പിച്ചതിന് അവർക്കെതിരെ FIR ഇടേണ്ടി വരും. ഈ അന്വേഷണം ഓരോ തലത്തിലും അട്ടിമറിക്കത് തെളിവ് നശിപ്പിക്കുന്നതിലൂടെയും ഏതു തരത്തിലും ഒഫൻഡറെ ഷീൽഡ് ചെയ്യുന്നതിലും കൂടെയാണ്. അപ്പൊ ഇത് സർക്കാർ ഇതിനകത്ത് ഉത്തരം പറയേണ്ടി വരും, കേരള പോലീസ് ഉത്തരം പറയേണ്ടി വരും. ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള ഗൂഢാലോചനകൾ പുറത്തു വരും എന്നതുകൊണ്ട് തന്നെ ഈ കുറ്റാരോപിതയെ സംരക്ഷിക്കുക എന്നതിലുപരി വൈകിയ വേളയിൽ തങ്ങളെ സ്വയം സംരക്ഷിക്കുക എന്ന ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്രയധികം CBI അന്വേഷണത്തിനെ എതിർക്കുന്നത്. ഈ കള്ളങ്ങളെല്ലാം വെളിച്ചത്ത് വരും എന്നുള്ള ഭീതിയും ആ വിഭ്രാന്തിയുമാണ്. ഈ ഒരു അവസരത്തിൽ കോടതിയിലേക്ക് നമുക്ക് നോക്കാം എന്തായിരിക്കും തീരുമാനമെന്നുള്ളത്. പാർട്ടി ആ നിമിഷം മുതൽ ഇന്ന് വരെ ഒറ്റത്തട്ടിലാണ്. അത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ്. എല്ലാ അർത്ഥത്തിലും അവരുടെ വേദനയും പ്രയാസവും അത് അഭിമുഖീകരിക്കുന്ന അവർക്കൊപ്പമാണ് ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ. അത് കണ്ണൂരിലെ പാർട്ടിയായാലും പത്തനംതിട്ടയിലെ പാർട്ടിയായാലും കേരളത്തിലെ പാർട്ടിയായാലും പാർട്ടി കുടുംബത്തോടൊപ്പം തന്നെയാണ്. എന്താണ് ആ കാര്യത്തിൽ സംശയം? എങ്ങനെയാണ് അങ്ങനെ അല്ലാതിരിക്കുക? വളരെ ദാരുണമായിട്ടുള്ള ഹൃദയഭേദകമായിട്ടുള്ള ഒരു മരണമായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റേത്. പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെയാണ്. ആ വേദന സ്വന്തം വേദന പോലെ പങ്കുവെക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ കുടുംബത്തിനൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അത്രേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, വിടില്ല. ഇതൊരു റവന്യൂ കുടുംബത്തിൻ്റെ വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമായി ഞങ്ങൾ കാണുന്നു. അതുകൊണ്ട് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഇക്കാര്യത്തിൽ നവീൻ്റെ കുടുംബത്തിനോടും നവീനോടും റവന്യൂ കുടുംബത്തിനോടും സർക്കാർ അതിൻ്റെ നീതി പുലർത്തും. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ അദ്ദേഹത്തെ അറിയുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തെ കുടുംബപരമായി അറിയുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഒരു കള്ളം പോലും വാക്കാൽ പറയരുത് എന്ന് ജീവിതത്തിൽ ദൃഢനിശ്ചയം എടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്നത്. വിദ്യാർത്ഥി ജീവിതകാലം മുതൽ അദ്ദേഹം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്.